തങ്ങളുടെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കില്ലെന്ന് ഇറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ കർശന നിലപാട്. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സാധ്യമല്ലെന്ന് ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തപക്ഷം കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കില്ലെന്നും ഇറാൻ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ കർശന നിലപാട്. ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി തുറക്കാൻ ഇറാൻ നേരത്തെ സമ്മതിച്ചിരുന്നെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടുള്ള US ഉപരോധം പിൻവലിക്കാതെ ഇനി വിട്ടുവീഴ്ചയില്ലെന്നാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നത്. അതേസമയം വെടിനിർത്തൽ നീട്ടി US ചർച്ചയ്ക്ക് സന്നദ്ധമായെങ്കിലും ഹോർമുസ് മുൻനിർത്തി ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണ്. US നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് ഇറാന്റെ ഉറച്ച നിലപാട്. ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ലെന്നും USന് നിയമവിരുദ്ധമായ ആവശ്യങ്ങളാണ് തടസ്സമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സ്പീക്കർ മുഹമ്മദ് ബാഗ് ഖാലിബാഫും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.